ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മുറ്റമൊക്കെ ഇലകളൊക്കെ വീണിട്ട് കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയായിട്ട് നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ടൻ ചായ വെച്ചിട്ട് പഞ്ചസാര ഒന്നും ഇടാതെ ഫ്ലാസ്കിലോട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കലാണ്. അപ്പോൾ വേണമെന്ന ആൾക്ക് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഫ്ലാസ്കിൽ ചായ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി വെക്കലാണ്. എന്നിട്ട് വേണ്ടുന്നവർ ഫ്ലാസ്കിൽ നിന്ന് എടുത്തിട്ട് പഞ്ചസാര വേണമെന്നുള്ളവർ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കും, അല്ലാത്തവർ പഞ്ചസാര ഇടാതെ കുടിക്കും. അപ്പോൾ ഉപ്പാക്കൊക്കെ ഷുഗർ ആയതുകൊണ്ട് നമ്മളങ്ങനെയാണ് ചെയ്യൽ. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് പഴം വാട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴവും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കലാണ്. ഇപ്പോൾ മുട്ട ഇവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നത്തെ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. കുറച്ച് പണികളൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പത്തല് ദോശ ഇതൊക്കെ അല്ലേ കഴിക്കൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു മടി പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ കുട്ടികളൊന്നും സ്കൂളിൽ പോകാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഫുഡൊക്കെ ആക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനും മോനും ഇങ്ങനെ ചായയും പഴം വാട്ടിയതൊക്കെ ഇങ്ങനെ കഴിക്കലാണ്. അപ്പോൾ എൻ്റെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ചോറ് വെക്കാനുള്ള അരി അങ്ങ് എടുക്കലാണ്. ഇത് നമ്മൾ പൊന്നിയരിയാണ് കേട്ടോ. അത് വേഗം വേവ് കുറവാണ്. അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ ചോറിൻ്റെ പണി അങ്ങനെ തുടങ്ങലാണ്. ഏത് അരി എടുത്താലും ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകണം കേട്ടോ. ഇപ്പോൾ അരിയൊക്കെ കഴുകിയാലും എത്ര പ്രാവശ്യം കഴുകിയാലും അതിൻ്റെ ആ ഒരു മിനുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുതിർത്തിട്ടൊന്നും വെക്കണ്ട. അപ്പോൾ നമ്മളെ ചോറ് അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ട് കഴുകിയെടുത്താൽ അതിൻ്റെ മിനുക്കുകളൊക്കെ പെട്ടെന്ന് പോകും. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങനെ അരിയും വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്ത് വെക്കലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് മറ്റേ വെള്ളപ്പയറില്ലേ, അപ്പോൾ അതും പിന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പയറൊന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു മുളകറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മത്തി, നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങയൊക്കെ അരച്ചിട്ട് മാങ്ങയൊക്കെ നല്ല ചാറാക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പയറ് കറിക്കുള്ള ആദ്യം ഞാൻ പയറ് കറിക്കോ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വറവിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ചെയ്യുന്നത്. ചിലവർ കറിയൊക്കെ ഉണ്ടാക്കി ലാസ്റ്റാണ് വറവിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും. പക്ഷെ ഞാനിങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് വീണ്ടും വേറൊരു പാത്രമൊക്കെ എടുത്ത് കഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ആദ്യം വറവിട്ടിട്ട് പിന്നെ ഇങ്ങനെ കറി ഉണ്ടാക്കലാണ് ഞാൻ. അങ്ങനെ പയറും തേങ്ങയും ഉള്ളി തക്കാളി ഇതൊക്കെ മിക്സ് ചെയ്തു. ഇത് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞളില്ലേ, പച്ചമഞ്ഞൾ, അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, മഞ്ഞൾപ്പൊടി തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ പച്ചമഞ്ഞൾ ഉള്ളത് കൊണ്ട് അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താണ്. പിന്നെ കുറച്ച് സാമ്പാർ പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന് പകരം മുളക് അരച്ചിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പം കൂടുതലൊരു പഴയ ടേസ്റ്റൊക്കെ നമുക്ക് പഴയ കാലത്ത് ഉണ്ടാക്കുന്നില്ല ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് ആ മത്തി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ മത്തിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്.
ഇതിൽ കാണുന്ന ആ ഒരു ചട്ടിയില്ലേ, അതുപോലത്തെ ചട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഏകദേശം എല്ലാ വീടുകളിലും ഈ ചട്ടി ഈ ഒരു പരുവത്തിലാണ് കാണുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങനെ മോശമായിട്ട് പോകുന്നതെന്ന്. പക്ഷേ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചട്ടിയാണ്. നല്ല കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയ്ക്ക് വറവിടാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് കളയാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഡീപ്പ് ക്ലീൻ അല്ല ഇത്, ഓരോ പണി കഴിയും തോറും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടും പാത്രം കഴുകിക്കൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കൂടെ അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടാകും. ഓരോന്നുണ്ടാക്കും തോറും പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞെടുക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ കഴുകും. അതിനിടയിൽ ഉമ്മ ഫിഷൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മയാണ് ഇങ്ങനെ മീൻ മുറിക്കുന്ന സമയത്ത് മീനൊക്കെ ഉമ്മ തന്നെയാണ് മുറിക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പൊടിയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് മീൻ മുളകല്ല മറ്റേ തേങ്ങയൊക്കെ അരച്ചിട്ട് അതിനുവേണ്ടി അരച്ചെടുക്കുന്നതാണ്. ചോറും റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഉമ്മൻ്റെ മീൻ കഴുകലും അതൊക്കെ നടക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയും ഇതൊക്കെ ആയിട്ട് അപ്പോൾ മഴയൊക്കെയുള്ള നല്ലൊരു ദിവസമാണ് ഇന്ന്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത്രയും നാളും നമ്മൾ ചൂട് കൊണ്ട് വലഞ്ഞിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ മഴയും ഇപ്പം ജൂണ് ഫസ്റ്റ് തന്നെ മഴ പെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജൂൺ ഇപ്പോൾ 10 ആയില്ലേ, എന്നിട്ടും മഴ നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ മീൻ കറിക്കുള്ള മാങ്ങയൊക്കെ ഇട്ട് അങ്ങനെ മൺചട്ടിയിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. പക്ഷെ അടുപ്പത്തല്ല കേട്ടോ വെച്ചത്, ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പയറ് കറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്താണെങ്കിലും ഒരു സ്മൈലാണെങ്കിലും ഒന്ന് അഭിപ്രായം അറിയിക്കണം.